ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ തൻ്റെ പരിക്കിൽ നിന്നും ഇപ്പോൾ അതിവേഗം മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. റണ്ണിങ് നേരത്തെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ തനിച്ചാണ് നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തുന്നത്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസൈറ്റി നൽകിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ തൻ്റെ ഗ്രൂപ്പിനോടൊപ്പമുള്ള ട്രെയിനിങ് ഈ ആഴ്ച തന്നെ ആരംഭിക്കും എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ വ്യക്തിഗത ട്രെയിനിങ് ആയിരുന്നു, പക്ഷെ ഉടൻ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ് ആരംഭിക്കും. അത് ശുഭകരമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ വരുന്ന 19-ാം തീയതി കൊറിന്ത്യൻസിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. എന്നാൽ 23-ാം തീയതി CRB എന്ന ക്ലബിനെതിരെ കോപ്പാഡോ ബ്രസീലിൽ വെച്ചുകൊണ്ട് സാന്റോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഗ്ലോബോ നേരത്തെ പുറത്തേക്ക് വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് നെയ്മർ ജൂനിയർ ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും മെയ് 23-ാം തീയതി നെയ്മർ ജൂനിയർ കുറച്ച് സമയം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയ് 26-ാം തീയതിയും മെയ് 28-ാം തീയതിയും ജൂൺ 2-ാം തീയതിയും ഒക്കെ സാന്റോസിന് മത്സരങ്ങൾ വരുന്നുണ്ട്. ആ മത്സരങ്ങളിലൊക്കെ തന്നെയും നമുക്ക് നെയ്മറെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ബ്രസീലിയൻ ദേശീയ ടീം അതിനുശേഷം 2 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങൾ കളിക്കാൻ നെയ്മർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം. കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബ്രസീലിന് വേണ്ടി നെയ്മർ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ആ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.